ഹലോ ഗായ്സ്, വെൽക്കം മിനി ചാനൽ. ഞാൻ ചെയ്യുന്നൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും എനിക്ക് ഈ ഒരു ബെഞ്ച് ഫുള്ളും കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫുള്ളും കാണിച്ചാൽ ഒരു 14 മിനിറ്റ്സ് എങ്കിലും ആകും. ഞാൻ ഫുള്ളും കാണിക്കത്തില്ല. ഇത് ഇപ്പോഴത്തെ കുറച്ച് ക്രാഫ്റ്റ്സ് ഐറ്റംസ് ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷെ എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഇങ്ങനെ മൂടി വെക്കുന്ന കുറച്ചൊക്കെ ഇല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഞാൻ കാണിച്ച് തരാം. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്ന അത് പറഞ്ഞു തരാം. ഇതെന്നതാണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡ് പോലെ ഗ്ലാസ്സൊക്കെ വെച്ച് കുടുങ്ങിയെടുത്തതാണിത്. ഇത് വലുതായിട്ടൊന്നും ഇല്ല, ഇങ്ങനെ വെക്കാം, അത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ ആദ്യമേ കാണിക്കുന്നത്. പിന്നെ അടുത്തത് ഞാൻ ഈ കൂടിനകത്താണ് വെച്ചേക്കുന്നത്, കാണിക്കാം. അതുപോലെ തന്നെ ഒരു വലിയൊരു സ്കുഷിയും കുറേ ബ്ലൈൻഡ് ബാഗ്സും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെറിയ സ്കുഷി പെട്ടെന്ന് പോവാം കേട്ടോ. പിന്നെ ഈ ഒരു ഇതെന്നതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ റെഡ് മൊത്തം നോട്ട് ഫോർഗോട്ടിൻ്റെ ഒരു നോട്ട് ഫോർഗോട്ട്. ബ്ലൂ മൊത്തം നോട്ടീസ്. അതാണ് ഇതിനകത്തിരിക്കുന്നത്. ഇത് ഞാൻ കടൽ ക്ലൗഡിൽ നിന്ന് നോക്കി കണ്ടുപിടിച്ചൊക്കെ സെറ്റാക്കി ശരിക്കും ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഞാനിത് ഓർത്തു. പിന്നീട് ഞാൻ ഈ കടൽ ക്ലൗഡ് കാണുന്നത് ചിലതൊക്കെ ചെയ്യും കടൽ ക്ലൗഡ്, പിന്നെ കാണുന്നത് ഇത് ടൈം സ്പെൻഡ് ആക്കാൻ വേണ്ടിയാണ്. പിന്നെ അടുത്തത് ഈ ഒരു ബാങ്കിൻ്റെ ഒരു ഇതാണ്. ഇതിങ്ങനെ ഇടാം. പിന്നെ നമുക്കിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് മൊത്തം എൻ്റെ കുടുക്കയിൽ കുറേ പൈസ ഉണ്ട്. അത് മൊത്തം ഇതിനകത്ത് ഇട്ടാൽ എന്നെ പറ്റണമെന്ന് മാത്രം ഇങ്ങനത്തെ സംഭവമാണ്. അത് മൊത്തം ഇട്ട് ഇങ്ങനെ ഊർന്ന് വരും പൈസ. അതാണ് കാര്യം. അപ്പം ഞാൻ ഓർത്ത് ഇത്രയെങ്കിലും ഉണ്ടാക്കിയതല്ലേ, ഒരു പേപ്പറിൻ്റെ ഒരു ഇതെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഈ പേപ്പറിൻ്റെ ഒക്കെ ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിനകത്തിട്ട് പേപ്പറിൻ്റെ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പേപ്പർ കൊണ്ട്. ചുമ്മാ ഒരു രസത്തിന് അത്രയും ഉണ്ടാക്കിയതല്ല, ഒന്ന് ചെയ്ത് വെക്കണ്ടേ. എന്നിട്ട് ഈ ഒരു പൗച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ഒരു പൗച്ച് ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. എല്ലാവരും ഓർക്കുന്നത് അതുകൊണ്ടൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ ഈ ഒരു ബ്ലൈൻഡ് ബാഗ് തുറക്കത്തില്ല ഞാൻ ബ്ലൈൻഡ് ബാഗ്. എന്നാന്ന് വെച്ചാൽ എനിക്ക് ബ്ലൈൻഡ് ബാഗ്സ് ഒന്നും തുറക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഈ സംഭവം ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ട് അത്. പിന്നെ ഇതിനകത്ത് എന്നാന്നുള്ളതെന്ന് വെച്ചാൽ ജോസ്കോയുടെ ഒരു പെട്ടിയാണ്. അതിനകത്ത് ഞാൻ മറ്റേ ഇതാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. മീൻസ് നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പേപ്പർ പോലെ ഇങ്ങനെ ഇടത്തില്ലേ, ഇത് ഞാൻ ടിഷ്യൂ വെച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ്. അടുത്തതൊന്നും ഇല്ലല്ലോ ഇനി. പിന്നെ ഇത് രണ്ടുമാണല്ലോ കുഞ്ഞു സാധനങ്ങളാണ്. ഇത് കടൽ ക്ലൗഡിൽ നിന്ന് നോക്കി ഉണ്ടാക്കിയ ഒരു പ്ലേറ്റ്, മീൻസ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ഇങ്ങനെ ബുക്ക് മാർക്കർ, ഇതും കടൽ ക്ലൗഡിൽ നിന്ന് നോക്കി ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ പകുതി സാധനങ്ങൾ ഞാൻ കടൽ ക്ലൗഡിൽ നിന്ന് നോക്കിയാണ്, ബാക്കിയെല്ലാം എൻ്റെ സെൽഫോല ഉണ്ടാക്കിയതാണ്. എനിക്ക് പക്ഷേ ഈ കടൽ ക്ലൗഡിൻ്റെ ടൈം സ്പെൻഡ് ആക്കാനാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം. ഓക്കെ, ഞാൻ ഇനി മറ്റേ ഞാൻ പറഞ്ഞ ഒരു ഇങ്ങനെ കാണാൻ പറ്റാത്ത ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് എൻ്റെ ക്രാഫ്റ്റ്സിൻ്റെ സ്കെച്ചും പിന്നെ എല്ലാ ടൈപ്സ് ഗ്ലൂവും എല്ലാ ടൈപ്സ് ടേപ്പും പ്രിൻ്റ് എടുത്ത കുറേയൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. ഈ ഒരു പെട്ടിക്കകത്ത് തന്നെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ ഈ നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ വെക്കുന്നത്
പിന്നെ ഇങ്ങനെ സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ളത്, പിന്നെ ടിഷ്യൂടെ ഒരിത്, പിന്നെ ചീപ്പ് ചെയ്യുന്നത്, പിന്നെ ക്ലിപ്പ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നത്, ഈ ഒരു കുഞ്ഞ് സ്കെയില്, ഈ ഒരു കുഞ്ഞ് ക്ലിപ്പ്, ഒരു കുഞ്ഞ് കോല്. അപ്പം ഞാനിത് കുറച്ച് പെട്ടെന്നാട്ടോ ഇടുന്നത്, അതിൽ കുറേ മിക്സ് ആക്കും. പിന്നെ ഇവിടം തൊട്ട് ഞാൻ കാണിച്ചില്ലല്ലോ, അത് മാത്രമല്ല ഇവിടെയുള്ള ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഈ പൗച്ച് ഇതാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നേയും സൺഡേ സ്കൂളിൽ കൊണ്ടുവന്നേ പൗച്ച്. പിന്നെ ഈ 2 പൗച്ച്, ഈ ഏറ്റവും താഴെ ഇരിക്കുന്ന പൗച്ച് എനിക്ക് പ്രൈസ് കിട്ടിയതാണ്. ഈ പൗച്ച് എനിക്ക് ഒരു റൂമിൽ നിന്ന് കിട്ടിയതുമാണ്. അപ്പോൾ ഈ പൗച്ചിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ പൗച്ചിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു പൗച്ചിൻ്റെ സിബ് തുറക്കുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. ഈ പൗച്ചിനകത്ത് ഞാൻ ഉണ്ടാക്കിയൊരു സ്കെയില്, ഞാൻ ഉണ്ടാക്കിയൊരു പെന്ന്, വൈറ്റ്നറ്, പിന്നെ കുരിശയുടെ ഇത്, പെന്ന്, ഒരു പെന്നുള്ളതൊക്കെ, പിന്നെ 3 പെൻസില്, പിന്നെ ഒരു റബ്ബർ. ഇത്രയാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നത്. സ്കൂളിൽ കൊണ്ടുവന്ന മെറ്റീരിയൽസ് മാത്രമാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്ത തന്നെ ഞാൻ കാണിച്ചത്. പിന്നെ ഇവിടെ ഈ ഒരു ചെടി ഇതൊക്കെയാണ്. ഇതിവിടെ ബുക്സും ഇത് ഞാൻ കാണിച്ചു. പിന്നെ ഇത് ഓൾറെഡി കാണിച്ചു, ഇതിൻ്റെ അകത്തുള്ളത് കാണിച്ചു. ഇതൊക്കെ പാറ്റേൺ പേപ്പേഴ്സും ഗെയിമും പൗച്ചൊക്കെയാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു. ഇതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയ ID കാർഡ്, പിന്നെ സ്റ്റിക്സ്, പിന്നെ ഇത് ബാൻഡേഡ്, പിന്നെ ഇതെനിക്ക് കരാട്ടയ്ക്ക് കിട്ടിയ പ്രൈസാണ്. ഇതിനകത്ത് പേപ്പേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എൻ്റെ സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെയാണ്. ഇതിനകത്ത് ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ പേപ്പർ വെക്കണം. ഇതാണ് ഇത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇതിനകത്ത് കാർഡ്ബോർഡ്സ് ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് എൻ്റെ ക്രയോൺസാണ്. ഓക്കെ, ഇതിനകത്ത് എൻ്റെ ഇങ്ങനെ ഒരു ക്യാപ്പും ഇതൊക്കെയാണ്. ഇതും ഇതുമുണ്ട്, പിന്നെ ഇതുമുണ്ട്. പിന്നെ ഞാനുണ്ടാക്കിയ ലാപ്ടോപ്പും ഇതുമുണ്ട്. പിന്നെ ഇതിനകത്ത് എന്നതാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ നെയിൽസൊക്കെ DIYയും, പിന്നെ ഇങ്ങനെ ബ്രഷ് പോലെ നമ്മളിങ്ങനെ തൂക്കുന്ന പോലെ ഒരു ക്രാഫ്റ്റ് ചെയ്തതും, പിന്നെ വളയും ഉണ്ടാക്കി. പിന്നെ ഇത് ബോണ്ട് പേപ്പേഴ്സാണ്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ നെയിം സ്ലിപ്പും ആണ് കേട്ടോ. പിന്നെ ഈ പെട്ടിക്കകത്ത് ഇതൊന്ന് മാറ്റിയേക്കട്ടെ. ഈ പെട്ടിക്കകത്ത് എന്നതാണുള്ളതെന്ന് എനിക്ക് അറിയാം. ഞാൻ കാണിച്ചത് അത് ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഇത് രണ്ടും ഒരു കാവൽക്കാരാട്ടെ, ഇത് രണ്ടുമേ. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ളത് സാധനങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു സ്റ്റിക്കറുണ്ട്, പിന്നെ ഇതുണ്ട്, ഈ ഒരു ബുഷുണ്ട്, പിന്നെ ഈ മാംഗോയുടെ ക്യാപ്പുണ്ട്. അത് ഐസ്ക്രീം മാംഗോയുടെ ഒരു പെട്ടിയാണ്. ഇതിനകത്തൊരു ടിഷ്യൂ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഫ്ലോപ്പായി പോയതാണ്. പിന്നെ ഒത്തിരുന്നോട്ടേ ചുമ്മാ വെച്ചോളാണ്. ഇതിനാ ഫ്രണ്ട് എടുത്തത്. അല്ല, എൻ്റെ ഫ്രണ്ട് തന്നെ കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് തന്നത്. പിന്നെ ഇത് രണ്ടും എൻ്റെ മെമ്മറിക്ക് ഒരു പാലത്ത് പോയി കൊടുത്തതാണ്. പിന്നെ ഇതൊരു വളയാണ്. പിന്നെ ഇതാണ്, ഇത് എൻ്റെ ഒരു പൂവാണ്. അതെൻ്റെ അനിയത്തിയാണ്, അവളൊരു പൂവാണ്. ഇതെൻ്റെ ഒരു പൂവാണ്. പിന്നെ ഇതിപ്പോൾ ദിവസം ഒന്നും ഉണ്ടായിരിക്കാം. പിന്നെ ഇതൊരു കട്ടറാണ്. പിന്നെ ഈ ഒരു ഇതാണ്, അതെൻ്റെ ക്രിസ്റ്റാട്ടോ. അവൾക്ക് വട്ടാണ്, തരാണല്ലോ. അത് അവൾക്ക് വട്ടാന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. വട്ടും ഭ്രാന്തൊക്കെ ഉള്ള കേട്ടോ.
പിന്നെ ഇത് കിൻഡർ ജോയിന്ന് കിട്ടിയതാണ്. പിന്നെ ഇതെൻ്റെ പേഴ്സണലാണ്. ഇതെൻ്റെ ഇത് എൻ്റെ ഫ്രണ്ട് തന്നൊരു എന്നതാ ഗിഫ്റ്റാണ്. അതെൻ്റെ അനീത്തി പറയുന്ന കേട്ടോ. അതൊന്നും നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇത് പറയുന്നത് ശരിയല്ല, കുരിപ്പാണ്. എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇത് കാണിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി കാണിച്ചു ഇന്ന് തന്നെ എല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വെക്കട്ടെ, എനിക്ക് സ്റ്റോപ്പാക്കാൻ പറ്റത്തില്ല.